ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്, സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഏറിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി? എന്താണ്? ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ടു ഓഫ് സോട്സിൻ്റെ എനർജിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്? നിങ്ങളോടുള്ള തോട്ട്സ് എന്താണ്? എയ്റ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് തോട്ട്സിനകത്ത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ ഒരു ന്യൂ ലൈഫിനെയാണ് കാണിച്ചു തരുന്നത്. ആ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു ന്യൂ ലൈഫാണ്, പുതിയൊരു ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ വെച്ചേക്കണ സ്റ്റെപ്സ് എല്ലാം. അവർ വെച്ചേക്കണ മുന്നിലേക്ക് വെച്ചേക്കണ ഓരോ കാൽപാദവും അല്ലെങ്കിൽ ഓരോ ചുവടുകളും അവർക്ക് പുതിയ ലൈഫായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സിനകത്ത് ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉള്ള ഒരു പേഴ്സൺ എനർജിയാണ്. ഹൈഡിങ് എനർജി ഉണ്ട്, എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂഷനാണ്, ഭയങ്കര കൺഫ്യൂഷനാണ്. മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു ഈക്വാലിറ്റി ഇമ്പോർട്ടൻ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഫീലിങ്സിനകത്ത് കാണുന്നത്. ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജി. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്കൊരു സങ്കടപ്പെട്ടിട്ടുള്ള ഒരു ഡൗൺ എനർജി. ആൻഡ് തോട്ട്സിനകത്ത് ഇവിടെ 8 ഓഫ് സോട്സ് ആണ്. അപ്പം തോട്ട്സിനകത്ത് വരുമ്പം നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവ് തോട്ട്സ് ഈ പേഴ്സൺ ക്യാരി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫീലിങ്സ് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഈ തോട്ട്സിനകത്ത് നെഗറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഫീലിങ്സിനെ ഐസൊലേറ്റഡ് ആക്കി വെക്കുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി നോക്കാം. നിങ്ങളടുത്തുള്ള റിയൽ ഫീലിങ്സിൻ്റെ ക്ലാരിറ്റി. കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നേരിട്ട് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവരുടെ ആലോചന അവർക്ക് ഭയങ്കര വേദനയായിട്ട് നിൽക്കുന്നത് പോലെയാണ്. ആൻഡ് ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ, അൺകണ്ടീഷണൽ ലവ് ഉണ്ട്, ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ട്. ലവേഴ്സ് കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഒരുപാട് ഇഷ്ടമുണ്ട്, ഭയങ്കര സ്നേഹമാണ്, ഒരു സോൾ ടു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേദനയിലാണ്. അപ്പം 10 ഓഫ് സോട്സിൻ്റെ എനർജിയും 2 ഓഫ് സോട്സിൻ്റെ എനർജിയും വരുമ്പം ഇപ്പം നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ പോലെ ഉണ്ടാവുമായിരിക്കും. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പം എന്തോ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ് ഉള്ളത്. അപ്പം പെയിൻഫുള്ളാണ് ഇവർക്ക്, പെയിൻഫുൾ സിറ്റുവേഷൻ ഇവർ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഇവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നുമുണ്ട്. ഭയങ്കരമായിട്ടും ഒരു പ്രസൻസ് ഇല്ലായ്മ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ ബോൾഡ് ആകാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിലൊരു തീരുമാനം ഭയങ്കര ബോൾഡായിട്ട് നിന്നുകൊണ്ട് എടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈക്വാലിറ്റി ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു ഈക്വാലിറ്റി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷന് വരുന്നുണ്ട്. ഓക്കെ, അവരുടെ തോട്ട്സിനകത്ത് ക്ലാരിറ്റി. 7 ഓഫ് സോട്സിൻ്റെ എനർജിയാണ്. ഈ പേഴ്സണ് നിങ്ങളല്ലാതെ വേറെയും കോണ്ടാക്ട് ലിസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. മീൻസ് മെസ്സേജ് അയക്കുക,
മെസ്സേജ്, കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഒരു ചീറ്റിംഗ് എനർജി പോലുള്ള ഒരു കാര്യം. ഈവൻ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നവും അത് തന്നെയായിരിക്കാം. നിങ്ങൾ നിൽക്കെ വേറെ വ്യക്തികളുമായിട്ടുള്ള ഒരു ചാറ്റിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരു ചീറ്റിംഗ് എനർജിയാണ്. അത് ആ പേഴ്സൺ അറിയാം. ഇപ്പം ആ പേഴ്സൺ അറിയാം അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ പേഴ്സണ് നല്ല രീതിക്ക് തന്നെ അറിയാം. സോ അവിടെ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു ആർഗ്യുമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ആ തർക്കങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ പേഴ്സണ് ഇപ്പം ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സണെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ നിങ്ങളങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് വരുമ്പോഴും പെട്ടെന്ന് ഫീലിങ്സിനെ അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സെവൻ ഓഫ് സോർട്സിന് എനർജി വരുമ്പം ഇതൊരു ചീറ്റിംഗ് കാർഡും കൂടിയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഇത്. ഓക്കെ, അപ്പം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ ഇല്ല, അത് ഒരു പ്രശ്നം തന്നെയാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങളുടെ ഇടയിൽ. അതായത് തുറന്നു പറച്ചിലില്ല. നമ്മൾ തുടക്കവും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ മൂണിൻ്റെ എനർജി, 2 ഓഫ് സോർട്സിൻ്റെ അതിനകത്ത് മൂണിൻ്റെ എനർജി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഹൈഡിങ് എനർജിയാണ്, തുറന്നു പറച്ചിലില്ലായ്മയാണ് അവിടെ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലില്ല. ആ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആയേനെ, പല പ്രശ്നവും സോൾവ് ആയേനെ. തോട്ട്സാണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഈ സമയവും കടന്നു പോകുമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഈ സമയം ശരിയാകും. ഇപ്പം മോശം സമയമായിട്ടാണ് അവർ അവരുടെ സമയത്ത് തന്നെ വിചാരിച്ചു വെച്ചേക്കുന്നത്. ആൻഡ് ഇത് കർമ്മ റിലേറ്റഡ് ആണെന്നും ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് അഴിക്കുക. നിങ്ങളെ ഇപ്പം നോ കോണ്ടാക്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ, നിങ്ങളെ ഇൻഫോം ചെയ്യുക, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, അങ്ങനെയുള്ളൊരു കാര്യം ഇവർ ആലോചിക്കുന്നുണ്ട്. 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ കൈവിട്ടു പോയി, പൂർണ്ണമായും നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയിരിക്കുകയാണ്, പൂർണ്ണമായും വിട്ടുപോയി എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് മേ ബി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും, വരുന്നു പോകുന്നു പിന്നെയും നിൽക്കുന്നു, അങ്ങനെയായിരിക്കും. അപ്പോൾ പേഴ്സൺ ഇപ്പം വിചാരിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടമായി പോയി, കയ്യിൽ നിന്നും നഷ്ടമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ അവരെന്തിനാണ് അങ്ങനെയുള്ള ഒരു തോട്ടിനെ കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ചീറ്റിംഗ് കാർഡാണ്. ചീറ്റിംഗ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. 5 ഓഫ് സോർട്സിന് എനർജി. ഒരു റിലേഷൻഷിപ്പ് നിൽക്കെ മറ്റൊരു റിലേഷൻഷിപ്പ് സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ട്. അപ്പം ഈ പേഴ്സണിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് കാരണം നിങ്ങളെ പൂർണ്ണമായും വിട്ടുപോയി, നിങ്ങൾ പൂർണ്ണമായി പോയി. ഈ ഒരു റിലേഷൻ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല, അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. അവർക്കത് നല്ല രീതിക്ക് തന്നെ അറിയാം. നിങ്ങൾ രണ്ടുപേർക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവർ തേർഡ് പാർട്ടീനെ വെച്ച് റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടീനെ പറഞ്ഞുകൊണ്ട് റിലേഷൻഷിപ്പിലെ സന്തോഷങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പൂർണ്ണമായും കയ്യിലില്ല, പൂർണ്ണമായും വിട്ടുപോയി എന്നുള്ളൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഇപ്പം എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും നിങ്ങളടുത്ത് ഈ പേഴ്സണൽ അഡിക്ഷൻ അത് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനാണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ ഭയങ്കരമായിട്ടും അട്രാക്റ്റഡ് ആണ്. അവർക്ക് ചില സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഡൗൺ എനർജി വരുമ്പം ഇങ്ങനെ മദ്യപിക്കുക, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുമ്പം അവർ ആ ഒരു ഓർമ്മയെ മാറ്റാൻ വേണ്ടിയിട്ട് ചില അഡിക്ഷനിൽ ചെന്ന് പെടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അതായത് ഈ മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലഹരി സംതിങ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നു അവർക്ക്. അത്രയും അഡിക്ഷൻ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ എന്നാണ്. അതായത് അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയാലും നിങ്ങളെന്ന ഇമ്പോർട്ടൻറ്റിനെ അവർക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അവസാനമായിട്ട് 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. വളരെയധികം ഹാർഡ് വർക്ക് ഈ പേഴ്സൺ ചെയ്യും. കാരണം ഈ പേഴ്സണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് വേണം. അവർക്ക് ഈ റിലേഷൻഷിപ്പ് ഇവർക്ക് ആവശ്യമാണ്. കാരണം അവർക്ക് അങ്ങനെ ഇങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സോൾ ടു സോൾ കണക്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യും, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. ഇനിയും അവർ ഇതിനെ
പുതിയതായിട്ട് എടുക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് അവരുടെ കറണ്ട് എനർജിനകത്ത് ഒരു ന്യൂ ലൈഫിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അതായത് അവർ കഷ്ടപ്പെടും, ഒരുപാട് കഷ്ടപ്പെടും പുതിയ ലൈഫിലേക്ക്. അപ്പം അതിലൊന്നാണ് നിങ്ങളെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കും, ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്ലൂസ് കൂടി എടുക്കാം. നമ്പർ 24 വന്നിട്ടുണ്ട്, ലെറ്റർ എഫ്, അതുപോലെ തന്നെ 12 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, നമ്പർ 44 വന്നിട്ടുണ്ട്, ലെറ്റർ എം വന്നിട്ടുണ്ട്, 34 നമ്പർ വന്നിട്ടുണ്ട്, 37 നമ്പർ വന്നിട്ടുണ്ട്, ലെറ്റർ എൽ വന്നിട്ടുണ്ട്, നമ്പർ 1 വന്നിട്ടുണ്ട്, ലെറ്റർ ഡി വന്നിട്ടുണ്ട്, നമ്പർ 37, ലെറ്റർ എസ് വന്നിട്ടുണ്ട്, ലെറ്റർ എൽ എഗെയിൻ വന്നിട്ടുണ്ട്, 21 നമ്പർ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി എടുക്കാം. 42 ആൻഡ് 24 ലെറ്റർ സി വന്നിട്ടുണ്ട്, എക്സ് വന്നിട്ടുണ്ട്, 53 വന്നിട്ടുണ്ട്, 10 നമ്പർ വന്നിട്ടുണ്ട്, ജെ വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, കെ വന്നിട്ടുണ്ട്, എൽ എഗെയിൻ ആൻഡ് എഗെയിൻ വന്നിട്ടുണ്ട്, എം വന്നിട്ടുണ്ട്, 23 വന്നിട്ടുണ്ട്, 42 വന്നിട്ടുണ്ട്, ലെറ്റർ ഇ വന്നിട്ടുണ്ട്, 22 വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെയിമിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സൻ്റെ നെയിമിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളായിരിക്കാം നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ദിവസമോ കാര്യങ്ങളോ ലെറ്റേഴ്സോ അവർക്ക് ഇഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സോഡിയക് സൈൻ കൂടി നോക്കാം. അക്യൂറിയസ് പൈസീസ് വന്നിട്ടുണ്ട്, പൈസീസ് എഗെയിൻ വന്നിട്ടുണ്ട്, ലിയോ, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, അക്യൂറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ്, സാജിറ്റേറിയസ് എഗെയിൻ, ജെമിനി, ടോറസ് വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, വിർജോ, ക്യാൻസർ, സ്കോർപിയോ എഗെയിൻ, അക്യൂറിയസ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഓക്കെ, നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.